ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ജീവിതത്തിൻ്റെ ആദ്യ റൗണ്ടുകളിൽ പിന്നിൽ നിന്നിട്ട് അവസാനത്തിൽ കുതിച്ചുകയറി വിജയകിരീടം കൈക്കലാക്കിയ ഒരാളെ അന്നു മുതൽ ഇന്നോളം ചരിത്രം വിളിക്കുന്ന ഓമന പേരാണ് നല്ല കള്ളൻ. ഇടയ്ക്ക് ഇടറി വീണതിനാൽ ഏറെ പുറകിലായിപ്പോയ ജീവിതങ്ങൾക്ക് നല്ല കള്ളൻ നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല. രക്ഷയുടെ വാതിൽക്കൽ അവസാനം വന്ന് മുട്ടിയാലും ഞാനാണ് വാതിലെന്ന് അരുളി ചെയ്തവൻ തൻ്റെ ഹൃദയവാതിൽ അവനു വേണ്ടി തുറക്കുമെന്നുള്ളത് നല്ല കള്ളൻ്റെ ജീവിതം ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ ഹൃദയം കവർന്ന അയാൾ അതുവഴി സ്വർഗവും കൂടി മോഷ്ടിച്ചെടുത്തല്ലോ. ഒടുവിൽ വന്നവന് ആദ്യം കൂലി നൽകുന്ന യജമാനനാണ് തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ നല്ല കള്ളന് കഴിഞ്ഞു. ഈ പ്രത്യാശയിലാണ് അയാൾ അപേക്ഷിച്ചത്, എന്നെയും ഓർക്കേണമേ. തങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റ് അംഗീകരിച്ച് ഏറ്റുപറയാതെ പരസ്പരം പഴിചാരി സ്വയം ന്യായീകരിച്ചതാണ് ആദി മാതാപിതാക്കൾക്ക് പറുദീസ നഷ്ടപ്പെടാൻ കാരണമായത്. അന്ന് അടച്ചു മുദ്രവെക്കപ്പെട്ട പറുദീസയുടെ വാതിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് അംഗീകരിച്ച് മനസ്തപിക്കുന്നതിലൂടെ നല്ല കള്ളൻ തുറക്കുകയാണ്. ഞാൻ പാപിയാണെന്ന ആത്മാർത്ഥമായ വാക്കുകളാണ് ആർക്കും എപ്പോൾ വേണമെങ്കിലും പറുദീസ തുറക്കുവാനുള്ള താക്കോൽ. ഒരുവൻ ഞാൻ പാപിയാണെന്ന് ഏറ്റുപറഞ്ഞ് അംഗീകരിക്കുന്ന വേളകളിലൊക്കെ അവൻ്റെ കൈകളിലേക്ക് പറുദീസയുടെ താക്കോൽ വച്ചുകൊടുക്കുന്നവനാണ് ദൈവമെന്ന് നല്ല കള്ളൻ തൻ്റെ രക്ഷാ അനുഭവത്തിലൂടെ തെളിയിക്കുന്നു. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കുമെന്ന് യേശു ഉറപ്പും കൊടുക്കുന്നു. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയുമെന്ന തൻ്റെ വാഗ്ദാനം യേശു പാലിക്കുന്നു. ഒരുവൻ്റെ കഴിഞ്ഞകാല വീഴ്ചകളെയും പരാജയങ്ങളെയുമല്ല, മറിച്ച് നാളെയെക്കുറിച്ചുള്ള പ്രത്യാശ കലർന്ന ആഗ്രഹങ്ങളും തീരുമാനങ്ങളുമാണ് ദൈവം ഉറ്റുനോക്കുന്നതെന്ന് നല്ല കള്ളൻ്റെ ജീവിതാനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. ക്രൂശിതനെ ഏറ്റുപറയുവാനും സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനും അവസാന നിമിഷം വരെ കാത്തു നിൽക്കേണ്ടതില്ല. ഇപ്പോൾ മുതൽ തീവ്രമായി സ്നേഹിച്ചു തുടങ്ങുക. ഉള്ളിലവൻ പറുദീസ തീർക്കും നിശ്ചയം. 1 പത്രോസ് 1:18. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.